പിരിയിലെ ബുദ്ധ ടെമ്പിൾ ഇവിടെ പിരിയല്ല കാസയിലെ ബുദ്ധൻ സ്റ്റാച്ചുനാണ് ദൂരെ കാണാം. അങ്ങോട്ടേക്ക് പോകാൻ 30 രൂപ കാണും. പിന്നെ അറിഞ്ഞോടെ ഫസ്റ്റ് ഇവിടെ കറങ്ങിട്ട് പോകുന്നേ. മലയാളീസ് ആണോ? എവിടെയാ നാട്ടില്? ട്രിവാൻഡ്രത്ത്. പുള്ളിയോ? ഞാൻ കോഴിക്കോട്. പുള്ളി കോട്ടെ. എവിടുന്ന് വരുന്നേ? പഞ്ചാബ്. ഞങ്ങൾ ഡൽഹി. ഞാൻ ഡൽഹി, പുള്ളി രാജസ്ഥാൻ. ഇവിടെ പോവാണെങ്കിൽ ഒരു മലയാളി ഉണ്ടാവും. ഏത് മുക്ക് 4% ചാർജ് അല്ലേ ഉണ്ടായിരുന്നല്ലേ? കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഫോസിൽ വില്ലേജിലാണ്. കാസേന് നമ്മൾ മേലെ പോയില്ലേ, നമ്മളവിടെ പോയി മേലെ ലോകത്തിലെ ഏറ്റവും വലിയ ആൾട്ടിറ്റ്യൂഡുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന കാസയിലേക്ക് പോകുന്ന വഴിക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ 10-12 കിലോമീറ്റർ മുന്നേ ആയിട്ട് ഒരു ഫോസിൽ വില്ലേജ് ഉണ്ട്. അവിടുത്തെ ഏറ്റവും പ്രത്യേകം നോക്കുകയാണെങ്കിൽ അവിടെ നല്ല കിട്ടിരം പോലത്തെ ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട്. രക്ഷല്ല കേട്ടോ, നല്ല ഭംഗി, നല്ല നീറ്റായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കച്ചറിയില്ല, അത്ര അടിപൊളി ചെയ്തിട്ടുണ്ട്. അടിപൊളി തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരേ വൈബ്. ഞങ്ങളിപ്പോ ഹായ് വീട് എവിടെയായിരുന്നു? കാസർഗോഡ്. അപ്പൊ मुंबई. Where can we see his vlog? करना पड़ेगा, पूरा वीडियो किया करना पड़ेगा. Vlog बना रहे, वीडियो बना रहे. ബ്ലോഗ് ബൺ റേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാ നമ്മൾ ഗാലക്സി കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴല്ല, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മേലെ സ്കൈ മിൽക്കി വേ, ഈ മേലെ സ്കൈ ഇല്ലേ, ഇത് പക്ക ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വന്നാൽ ഇവിടെ ആകാശം അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ ആകാശം വൈകുന്നേരം വന്നാൽ സ്റ്റാർസൊക്കെ ക്ലിയർ ആയിട്ട് കാണും. പിന്നെ അവർ പറഞ്ഞേ ടെലസ്കോപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. അങ്ങനെ പിന്നെന്താ, അപ്പോൾ നമ്മളിത് കാണാത്തതുകൊണ്ട് ചിലപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, നൈറ്റ് വരും. ഇല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും. നമ്മളെ കയ്യിൽ ഡേയ്സ് കുറവാണ്, കഴിഞ്ഞ ഡ്യൂട്ടിക്ക് കയറേണ്ട ആവശ്യമുണ്ട്. അയ്യോ അങ്ങനെ. അപ്പോൾ